തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയ കെട്ടിടത്തിന്റെ പ്രവൃത്തി നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ എംപിക്ക് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം വടകര എംപി ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ഉന്നയിച്ചു. As the state government has already allotted 8 acres of land for the same, and sir, we deserve one more KV in my constituency. It's hugely populated, it's a large constituency. In Vadagara region, we request your involvement to allot one more KV for my parliamentary constituency, sir. കേന്ദ്രീയ വിദ്യാലയത്തിനായി സംസ്ഥാന സർക്കാർ 8 ഏക്കർ സ്ഥലം എടുത്ത് നൽകിയിരുന്നു. ഇവിടെ കെട്ടിടം പണിയണമെന്നാണ് ആവശ്യം. നിലവിൽ കേന്ദ്രീയ വിദ്യാലയം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതീവ താൽപര്യത്തോടെ കേന്ദ്രീയ വിദ്യാലയ കെട്ടിടത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി എം പി ഷാഫി പറമ്പിലിന് ഉറപ്പു നൽകി. सभापति जी, बिल्कुल इन्होंने स्पेसिफिक सवाल पूछा है, उस बिंदु पर मैं इनको व्यक्तिगत तौर से पूरी जानकारी उपलब्ध है. മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശ്രമഫലമായാണ് 2011 ആഗസ്റ്റിൽ തലശ്ശേരിയിൽ കേന്ദ്രീയ വിദ്യാലയം ആരംഭിച്ചത്. പ്രാരംഭഘട്ടത്തിൽ എരഞ്ഞൂലി കുണ്ടൂർമലയിലെ സുകുമാരൻ മെമ്മോറിയൽ സ്കൂളിന്റെ താൽക്കാലിക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിച്ചത്. കൂടുതൽ സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം ആവശ്യമായി വന്നതോടെയാണ് വിദ്യാലയം ധർമ്മടത്ത് മുൻപ് റോട്ടറി സ്കൂൾ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയത്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.